നമസ്കാരം. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സങ്കടത്തിന് ദൈവം എന്ത് പരിഹാരം പറയുന്നു, അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തി എന്ത് മറുപടിയാണ് തരുന്നത് എന്നുള്ളതാണ് നോക്കാനായി പോകുന്നത്. അപ്പോൾ എന്താണ് എന്നറിയാൻ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്നതായ ആ കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും എടുക്കുവാൻ ശ്രമിക്കുക. അല്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അഥവാ പ്രപഞ്ച ശക്തിയുടെ, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ സന്ദേശങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം ഒരു നിമിഷം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും വന്ദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായി കാണുന്നുണ്ട്. അത് ചെറിയ കാര്യങ്ങളുമാകാം. നിങ്ങൾ നന്നായി പരിശ്രമിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നൊരു സന്ദേശം നിങ്ങൾക്ക് പ്രപഞ്ചശക്തി അഥവാ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഒരു സാമ്പത്തിക സ്ഥിരത വന്നു ചേരുന്നതിന് അല്ലെങ്കിൽ സാമ്പത്തികപരമായ പുരോഗതിക്ക് വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ ഇതുവരെയായിട്ടും പൂർണ്ണമായിട്ടുള്ള വിജയം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ചെറിയ രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും ജീവിതത്തിൽ സ്ഥിരമായി നിലനിർത്തി പോരുവാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെയും കിട്ടാതെ പോയ ആ സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കാം. പക്ഷേ ഇതുവരെയായിട്ടും പൂർണ്ണമായിട്ടുള്ള വിജയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ചെറിയ രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും ജീവിതത്തിൽ സ്ഥിരമായി നിലനിർത്തി പോരുവാൻ നിങ്ങൾക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെയും കിട്ടാതെ പോയ ആ ഒരു സാമ്പത്തിക പുരോഗതി, ആ സാമ്പത്തികപരമായ നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളും പിന്നീടത്തേക്ക് മാറ്റിവച്ചിട്ടുള്ളതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് എങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടം നടത്തി കൊടുക്കുന്നതിനായാലും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിറവേറ്റാതെ മാറ്റിവെച്ചതായി കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വലിയ സങ്കടങ്ങൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. പക്ഷെ നിങ്ങൾക്ക് സാമ്പത്തികപരമായി പുരോഗതി വന്നു ചേരുമ്പോൾ തീർച്ചയായും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം നിങ്ങൾ എന്താണോ നഷ്ടപ്പെടുത്തിയത് അതെല്ലാം തിരികെ നേടുവാനുള്ള അവസരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി പോകുന്നത് എന്നുള്ളതാകുന്നു. അത്തരത്തിലാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിലൂടെ പല വിധത്തിലും സന്തോഷം, സമാധാനം, നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തികപരമായി മുന്നേറ്റത്തിന് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന വ്യക്തികളെ തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളിൽ പല വ്യക്തികളും അത്തരത്തിൽ ഒരു അവസ്ഥയിലൂടെ പോകുന്നവരാണ് എന്ന് പരാമർശിക്കാം. അതായത് നിങ്ങളിപ്പോൾ ഉള്ള വഴിയിലൂടെ തന്നെ തുടരണോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ നിങ്ങൾ തേടേണ്ടതായിട്ടുണ്ടോ എന്നറിയാതെ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന വ്യക്തികളെയാണ് കൂടുതലായും ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളിലുള്ള കൂടുതൽ വ്യക്തികളും ഇത്തരത്തിലൊരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്.
നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള പ്ലാനുകളുണ്ട്. എന്നാൽ അതൊക്കെ നടപ്പിലാക്കുവാൻ സാധിക്കാത്ത ഒരു നിരാശയിലാണ് നിങ്ങൾ. അത്തരത്തിലാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. കാര്യ തടസ്സങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നെഗറ്റീവായി നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനാൽ പല കാര്യങ്ങളിലും അല്പം സംശയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ മാർഗം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ മാർഗം ഉപേക്ഷിച്ച് മറ്റൊരു മാർഗം നിങ്ങൾ തിരഞ്ഞെടുത്താൽ അത് വിജയിക്കുമോ എന്നൊരു ആശങ്കയും നിങ്ങളിൽ നിലകൊള്ളുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതും മറ്റൊരാൾ നിങ്ങളെ ചിന്തിപ്പിക്കുന്നതുമായ പല തടസ്സങ്ങളെയാണ് കൂടുതലായും കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഭഗവാന്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ സന്ദേശം നിങ്ങൾ വളരെ ശക്തരായ വ്യക്തികളാണ് എന്നും എന്ത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ മനസ്സോടെ ചെയ്യുവാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ളതാണ്. നമ്മുടെ പരിശ്രമങ്ങളിൽ വിജയവും പരാജയവും വന്നു ചേരും എന്ന് കരുതി പരിശ്രമിക്കാതെ ഇരിക്കരുത്. അതായത് പരാജയം മറന്ന് പരാജയം നിങ്ങൾ ഭയപ്പെട്ട് ഒരിക്കലും നിങ്ങൾ പരിശ്രമിക്കാതിരിക്കരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണോ നിങ്ങൾക്കതിൽ വിജയിക്കാൻ കഴിയും എന്ന ഉറപ്പുണ്ട് എങ്കിൽ തീർച്ചയായും ആ കാര്യവുമായി മുന്നോട്ട് പോവുക എന്നുള്ള സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ആ ഒരു ശ്രമത്തിൽ ദൈവത്തിന്റെ അഥവാ പ്രപഞ്ച ശക്തിയുടെ എല്ലാ സഹായവും അനുഗ്രഹവും ഉണ്ടാകും, നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഊർജ്ജസ്വലരായ വ്യക്തികളുടെ ഊർജവും കഠിനാധ്വാനം ചെയ്യുന്നതായ വ്യക്തികളുടെ ഊർജവും ഇവിടെ കാണുന്നുണ്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ഒരു മടിയോ അലസതയോ കാണിക്കാതെ 100% ആത്മാർത്ഥമായി നിങ്ങൾ അതിനാൽ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരുടെ സഹായത്തിനു വേണ്ടി മറ്റുള്ളവരുടെ നേട്ടത്തിൽ നന്നായി ജീവിക്കാൻ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കാറില്ല എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. അല്ലെങ്കിൽ അത്തരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനുമായി പ്രിയപ്പെട്ടവരായി ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവരെയൊന്നും ആശ്രയിക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതായത് മറ്റുള്ളവരുടെ സഹായം കൂടാതെ തന്നെ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കണം എന്ന ആഗ്രഹം നിങ്ങളിലുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയും പ്രയത്നിക്കാനുള്ള ഒരു മനസ്സും ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായി സാധിക്കുന്നു എന്ന് കാണുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ മാർഗത്തെ നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ മറ്റുള്ളവരുടെ നേട്ടത്തിലെ അല്ലെങ്കിൽ അവരുടെ പേരിലോ സാഹചര്യത്തിലോ നിങ്ങൾ ഒരിക്കലും പിന്നിൽ പോകരുത് എന്ന് കാണുന്നു. നിങ്ങളിലുള്ള ആത്മവിശ്വാസം അത് ഏത് സാഹചര്യത്തിലാണ് എങ്കിലും കൈവിടാൻ പാടില്ല എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് പ്രപഞ്ചശക്തി അഥവാ നിങ്ങളുടെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദേവത നൽകുന്ന സന്ദേശം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സാഹചര്യം അനുകൂലമായി മാറുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾ ഇരിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ആഗ്രഹങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയോട് നിങ്ങൾ നന്ദി പറയുക. മറ്റുള്ളവരുടെ സ്നേഹം ബഹുമാനം എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സാമ്പത്തികപരമായ പരാധീനതകൾ തന്നെയാകുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ആ മാർഗത്തെ പ്രാവർത്തികമാക്കി നല്ല രീതിയിൽ തന്നെ പരിശ്രമിച്ചാൽ അത് തീർച്ചയായും
നിങ്ങൾക്ക് വിജയം നൽകും എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ നഷ്ടപ്പെടുത്തിയതായ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അപ്രകാരമാണ് സന്ദേശമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾ താൽക്കാലികമാണ് എന്ന് തന്നെ സന്ദേശമായി പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കുകയും പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും.